ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നുഖ്ബത്തുൽ ഫിക്ർ സബഖ് 32. വൽ ഖിസ്മു സാലിസു മിൻ അഖ്സാമി സിഖ്തി മിനൽ ഇസ്നാദി, ഇസ്നാദിൽ നിന്ന് റാവി സാഖിത്താകുന്ന ഇനങ്ങളിൽ മൂന്നാമത്തെ ഇനം അത് ഇൻകാന ബിസ്നൈനി ഫസായിദൻ, അത് രണ്ട് റാവിയെ കൊണ്ടാണ് എങ്കിൽ, ഫസായിദൻ അല്ലെങ്കിൽ രണ്ടിനേക്കാൾ അധികമായ റാവികളെ കൊണ്ടാണെങ്കിൽ, അത് തവാലി, അത് തന്നെ തവാലിയോടുകൂടെ, ആവലോടുകൂടെ ഒരു സ്ഥലത്ത് നിന്ന് രണ്ടോ രണ്ടിലധികമോ റാവികൾ എന്ത് ചെയ്തു, സാഖിത്തായി. അങ്ങനെയായാൽ ഫഹുൽ മുഅ്ളലു, ആ ഹദീസിന് മുഅ്ളലായ ഹദീസ് എന്നാണ് അതിന് പറയുക. മുഅ്ളൽ എന്ന് പറഞ്ഞാൽ അഅ്ളലഹു മഅന അഅയാഹു, അളല അലൈഹി, വബിഹിൽ അംറു ഇസ്തദ്ദ കഅളല വഅളലഹു വതഅളല ദാഉ അൽഅതിബാഅ ഫഅളലഹു. ഇവിടെ മുഅ്ളൽ എന്നുള്ളത് ഈ മുതഅദ്ദിയായ അളല മുതഅദ്ദിയായിട്ട് പ്രയോഗിക്കില്ല എന്നുള്ള എന്തുണ്ട്, ഒരു ലോകത്തിലൊരു ഇഷ്കാലുള്ള പ്രയോഗമാണ് ഈ മുഅ്ളൽ എന്ന് ഇബ്നു സലാഹ് തങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അങ്ങനെ പ്രയോഗിച്ചതിന് ഒരു വജീഹും കണ്ടെത്തിയിട്ടുണ്ട്. ഇബ്നു സലാഹ് തങ്ങൾ പറയുന്നുണ്ട്, എന്താണ് ഈ അളല എന്നുള്ളത് ലാസിമായ അളലൽ അംറു വഹുവ മുഅ്ളിലുൻ എന്നാൽ ആസിമിൽ ആയ ഫീലാണ്, അത് മുതഅദ്ദിയാകൂല. അപ്പോൾ അതിൽ നിന്ന് ഇസ്മു മഫ്ഊലിനെ പിടിച്ചെടുക്കപ്പെടില്ല. അപ്പോൾ മുഅ്ളൽ എന്ന് പറയാൻ ശരിയാകൂല എന്ന് പറഞ്ഞു. പക്ഷെ ഇബ്നു സലാഹ് തങ്ങൾ തന്നെ അവരുടെ ഒരു പ്രയോഗം പരിശോധനയ്ക്ക് ശേഷം കണ്ടെത്തിയിട്ടുണ്ട്. അതെന്താ, അംറുൻ അളീലുൻ എന്ന്. അപ്പോൾ ആ അളീല് എന്നുള്ള ആ പദം എന്താണ്, അളീല്, അത് ഫഈല് അളുല സുലാസിയായ അതിൽ നിന്നുള്ള ഫഈല് വസ്നാണ്. അപ്പോൾ ഫഈല് വസ്ന എന്ത് ചെയ്യും, ഇസ്മുഫാലിന്റെ മാനയ്ക്കും ഇസ്മു മഫ്ഊലിന്റെ മാനയ്ക്കും ഉപയോഗിക്കപ്പെടുമല്ലോ. അപ്പോൾ വാദയദുല്ലു അല അന്ന അളല ഇസ്തഅമലു മുതഅദ്ദിയാണ്. അപ്പോൾ ഇത് എന്ത് ചെയ്തു, ഈ അളല എന്നുള്ളത് മുതഅദ്ദിയായിട്ട് ഉപയോഗിക്കപ്പെടുമെന്ന് അറിയിക്കുന്നുണ്ട്. കമാ ഇസ്തഅമലു ലാസിമൻ. അപ്പോൾ ഫയസിഹു യഅതിയൽ മുഅ്ളലു ബിഫതഹിൽ ലാദി മിൻ അവലൽ മുതഅദ്ദിയായ അളലയിൽ നിന്ന് മുഅ്ളൽ എന്ന് പറയാം. മിൻ അവലൽ ലാസിമി, ലാസിമായ അളലയിൽ നിന്നല്ല. അപ്പോൾ തുടരെ രണ്ടോ രണ്ടിലധികമോ റാവികൾ സാഖിത്താകുമ്പോൾ അതിന് മുഅ്ളൽ എന്നാണ് പറയാം. ഇല്ല, അങ്ങനെ തുടരെ സാഖിത്താകുന്നില്ല. അതങ്ങനെ ബി അങ്കാന സിഖത്തു ഇസ്നൈനി ഗൈറ മുതവാലിയൈനി, തുടരെ അല്ലാത്ത രണ്ട് റാവികൾ സാഖിത്തായത് രണ്ട് റാവികളാണ്. അത് തന്നെ മുതവാലിയൈനി അല്ല, ഒരു സ്ഥലത്ത് നിന്ന് രണ്ട് റാവികൾ പോയതല്ല. ആ മുതവാലിയൈനി അല്ല എന്നതിനെ ഒന്നുകൂടെ താക്കീതാക്കി പറയാം. അതായത് ഫീ മൗളിഅൈനി, രണ്ട് സ്ഥലത്ത് നിന്ന്. മസലൻ ഉദാഹരണത്തിന് രണ്ട് സ്ഥലത്ത് നിന്നാണ് ആ സുക്കൂത്ത് ഉണ്ടായത്. ആ ഗൈറ മുതവാലി എന്നതിനെ തക്കീത് ചെയ്യാൻ വേണ്ടി പറഞ്ഞാണ് ഫീ മൗളിഅൈനി എന്ന് പറഞ്ഞത്. അങ്ങനെ ആയാൽ ഫഹുൽ മുൻഖത്തിഉ, അപ്പോൾ ആ ഹദീസ് എന്താണ്, മുൻഖത്തി ആയ ഹദീസാണ്. വഖദ, ഇപ്രകാരം തന്നെ ഇൻ സഖത്ത വാഹിദുൻ ഫഖത്ത്,
ഒരു റാവി മാത്രം സാഖിത്തായി ഔ അക്തറ മിൻ ഇസ്നൈനി, അല്ലെങ്കിൽ രണ്ടിനേക്കാൾ അധികം റാവികൾ സാഖിത്തായാലും ഇപ്രകാരം തന്നെയാണ്. പക്ഷേ ലാക്കിൻ ബി ഷർത്തി അദമി തവാലി, മുൻഖത്തീമാകുമ്പോൾ അവിടെ തുടരെ ആകാതിരിക്കുക എന്ന ഷർത്തോടു കൂടെ. അപ്പോൾ ഒരു റാവി സാഖിത്തായാലും രണ്ടിലധികം റാവികൾ സാഖിത്തായാലും എന്താണ് പിന്നെ മുൻഖത്തി എന്ന് പറയും എന്നാണ് അഭിപ്രായം. പക്ഷെ തവാലി ഉണ്ടാവാൻ പാടില്ല, അത് ഖിലാഫുള്ളതാണ്. പക്ഷെ തുടരെ അല്ലാതെ രണ്ട് റാവി സാഖിത്തായാൽ മുൻഖത്തി എന്ന് പറയുന്നത് എന്താണ്, അത് ഖിലാഫില്ലാത്തതാണ്. സുമ്മ ഇന്ന സിഖ്ത മിനൽ ഇസ്നാദി, പിന്നെ ഈ സനദിൽ നിന്ന് ഈ റാവികൾ സാഖിത്താകുക എന്നുള്ളത് കത് യകൂനു, അത് ചിലപ്പോൾ അതാകും വാളിഹൻ, അത് വ്യക്തമായതാകും, വാഹിറായതാകും. അതായത് വാഹിറാകുക എന്ന് പറഞ്ഞാൽ യഹ്സുലുൽ ഇസ്തിറാഖു ഫി മഅരിഫത്തിഹി, അത് ഈ വാളിഹൻ തന്നെ ഒരു സിഫത്ത് കാശിഫയാണത്. യഹ്സുലുൽ ഇസ്തിറാഖു ഫി മഅരിഫത്തിഹി എന്ന് പറഞ്ഞാൽ വാളിഹാകുക എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് യഹ്സുലുൽ ഇസ്തിറാഖു ഫി മഅരിഫത്തിഹി എന്ന് പറഞ്ഞാൽ. എന്ന് പറഞ്ഞാൽ ആ സനത് സാഖിത്താകുന്ന അത് എന്നെ അറിയുന്നതിൽ ഇസ്തിറാഖ് ഹാസിലാകും. മുഹദ്ദിസീങ്ങളുടെയും ഹാദിഖീങ്ങളായ മുഹദ്ദിസീങ്ങളുടെയും അല്ലാത്തവരുടെ ഇടയിൽ എന്താണ് അത് അതിൻ്റെ മഅരിഫത്തിൽ ഇസ്തിറാഖ് ഹാസിലാണ്. എന്ന് പറഞ്ഞാൽ അവർ പിന്നെ ഹാദിഖീങ്ങൾക്കും അല്ലാത്തവർക്കും ഒക്കെ അത് വ്യക്തമാകും. ചിലപ്പോൾ അങ്ങനെയാവും. അത് ലി കൗനി റാവി നസലൻ, പിന്നെ എന്താണ് റാവിയായി, ഉദാഹരണത്തിന് ലം യുആസിർ മൻ റുവിയ അൻഹു, അല്ലെങ്കിൽ മൻ റവ അൻഹു, പിന്നെ അവൻ എന്തായിട്ടില്ല, സമകാലികനായിട്ടില്ല ആരോട്, മൻ ഒരാളോട്, റവ അൻഹു ആ ആളെ തൊട്ട് അവൻ റിവായത്ത് ചെയ്തു. ആ റിവായത്ത് ചെയ്ത ആരെ തൊട്ടാണോ റിവായത്ത് ചെയ്ത ആളോട് മുആസിറായിട്ടില്ല. അപ്പോൾ മുആസിറാകാതിരിക്കുമ്പോൾ എന്താണ്, അപ്പം കളഞ്ഞു എന്ന് വാളിഹാവും, വ്യക്തമാവും. ഔ യകൂനു ഖഫിയൻ, അല്ലെങ്കിൽ എന്താകും, ഈ സനദിൽ നിന്ന് റാവി സാഖിത്തായി എന്ന കാര്യം ഖഫിയാവും. ഔ യകൂനു അവിടെ ഖദ് യകൂനു എന്ന് പറയലായിരുന്നു അദ്ഹർ. അയ്യോ, കാരണം ഖദ് യകൂനു വാദിഹ് എന്നല്ലേ പറഞ്ഞേ, അപ്പൊ അതിലേക്ക് എത്തുബാക്കിയിട്ട് ഖദ് യകൂനു എന്ന് പറയലായിരുന്നു അദ്ഹർ. അപ്പോ ഖഫിയാവും. അപ്പൊ ഫലാ യുദ്രിക്കുഹു, ആ പിന്നെ സഖത്തിനെ എത്തിക്കുകയില്ല. ഫലാ യുദ്രിക്കുഹു ഇല്ലല്ല ഇമ്മത്തുൽ ഹുദ്ദാഖുൽ മുത്തലിഊന അലാ തുർക്കിൽ ഹദീസി വ ഇലലിൽ ആസാനീദി, സനദുകളുടെ ഇലലുകളിലും ഹദീസിന്റെ ത്വരീഖ്, അതിന്റെ സനദ് തുർക്കുകളിലും അതിന്മേൽ ഇത്തിലാകുന്ന നിപുണന്മാരായ അയിമ്മത്തുകൾക്കല്ലാതെ എന്ത് ചെയ്യാൻ കഴിയില്ല, ഈ സനദിൽ നിന്ന് ഇവിടെ സുക്കൂത്ത് ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. ഖഫിയായ സുക്കൂത്താകുമ്പോൾ അവർക്കേ അത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഫൽ അവ്വലു, അപ്പോൾ ഒന്നാമത്തത്, അതായത് ഈ വാദിഹായ സുക്കൂത്ത്, അത് യുദ്റഖു, അതിന് എന്ത് ചെയ്യും, മനസ്സിലാക്കപ്പെടും അല്ലെങ്കിൽ എത്തിക്കപ്പെടും. എന്തുകൊണ്ട്? ബി അദമി തലാഖി ബൈന റാവി വ ഷെയ്ഖിഹി, റാവിയുടെയും ആ റാവിയുടെ ഷെയ്ഖ് എന്ന് പറയുന്നതിനെക്കാട്ടും നല്ലത് അവിടെ മൻ അസ്നദ ഇലൈഹി, അതായിരുന്നു ഏറ്റവും നല്ലത്. കാരണം ശേഷം മുസന്നിഫ് അങ്ങനെ പറയുന്നുണ്ട്. ഇപ്പൊ ഇവിടെ റാവിയും റാവിയുടെ ഷെയ്ഖും എന്ന് പറയാ, എന്നിട്ട്
ശേഷം പറയുന്നത് ബി കൗനിഹി ലം യുദ്രിക് അസുറഹു എന്നാണ്. അപ്പം ഷെയ്ഖിൻ റാവിയും റാവിൻ്റെ ഷെയ്ഖും എന്ന് പറഞ്ഞിട്ട് പിന്നെ അവര് മുആസറത്ത് ഇല്ല എന്ന് പറയുന്നത് എങ്ങനെയാണ്? അതാ അവിടെ നുഖ്തത്തുൽ പറഞ്ഞു ബൈനർ റാവി വ ഷെയ്ഖി എന്ന് പറഞ്ഞത് കാലബിന് ഷരീഫ് ഫി തഅബീരി ബി ഷെയ്ഖിഹി ഹുന മാ ലാ യഖ്ഫ ഫഇന്നമൻ യൽഖഹു റാവി വലൈസ ലഹു മിൻഹു ഇജാസത്തുൻ കൈഫ യകൂനു ഷെയ്ഖുഹു. റാവി എന്ത് ചെയ്തിട്ടില്ല, ആ ഷെയ്ഖിനെ കണ്ടിട്ടുമില്ല, അയാളിന് ഇജാസത്തും ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അയാൾ ഷെയ്ഖാകുക? അപ്പോൾ ആ ഇബാറത്തിലൊരു ഖഫ ഉണ്ട് അവിടെ. വല്ലായിക്കാൻ യുഖാല ബൈനർ റാവി വമൻ അസ്നദ അൻഹു, അതായിരുന്നു നല്ലത്. ലായിക്ക് കമാ അബ്ബറഹിൽ മുസന്നിഫി ഫീമാ ബഅദു, ശേഷം മുസന്നിഫ് അങ്ങനെ തന്നെ പറയുന്നുണ്ട്. വേറൊരു സ്ഥലത്ത് അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, മുസന്നിഫ് പറയുന്നുണ്ട്. അപ്പോൾ അതേപോലെ ഇവിടെയും പറഞ്ഞിരുന്നെങ്കിൽ അതായിരുന്നു ലായിക്കായത് എന്ന്. എന്നിട്ട് മൂപ്പര് പറയുന്നുണ്ട് അഖൂലു ഈ നുഖ്തത്തുൽ വററിന്റെ സാഹിബ് പറയണെന്ന് അഖൂലു മുറാദുൽ മുസന്നിഫി ഷെയ്ഖുഹു ബി ഹസ്ബി സൂറത്തിൽ റിവായത്തി, റിവായത്തിന്റെ സൂറത്തിന്റെ നിലയ്ക്കുള്ള ആ ഷെയ്ഖ്, അതാണ് അവിടെ പറഞ്ഞത്. ഏതായാലും ഈ പിന്നെ സനദിൽ നിന്ന് റാവിയെ കളയുന്ന ആ റാവി പിന്നെ അയാളുടെ ഷെയ്ഖും ആരത്തൊട്ടാണോ അയാള് പിന്നെ ഹദീസ് ഇസ്നാദ് ചെയ്തത് ആ ആളെ ആ ഷെയ്ഖിൻ്റെയും ഇടയിൽ തലാഖി ഇല്ലാതിരിക്കുക, അപ്പോഴാണ് വാദിയാകുന്നത്. അതങ്ങനെ ബി കൗനിഹി ലം യുദ്രിക് അസുറഹു, ആ ഷെയ്ഖിൻ്റെ കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിൽ എത്തിച്ചിട്ടില്ല, അല്ലെങ്കിൽ ആ അതിറക്കഹു അല്ലെങ്കിൽ ആ പിന്നെ സമകാലികനായി, പക്ഷേ ലാക്കിൻ ലം യജ്തമി അവർ രണ്ടും കൂടി എന്ത് ചെയ്തിട്ടില്ല, ഒരുമിച്ച് കൂടിയിട്ടില്ല. അത് ഖാരിജിയായ താരീഖിൽ നിന്നൊക്കെ എന്ത് ചെയ്യും, പിന്നെ ഖരീനത്തുകളിൽ നിന്നൊക്കെയാണ് അവർ ഒരുമിച്ച് കൂടിയിട്ടില്ല എന്ന് അറിയപ്പെടുന്നത്. അത് ഒരുമിച്ച് കൂടിയിട്ടില്ല. വലൈസത്ത് ലഹു മിന്നു ഇജാസത്തുൻ, അയാളിൽ നിന്ന് എന്തില്ല, ഇജാസത്തും ഇല്ല. വല വിജാദത്തുൻ, വിജാദത്തും ഇല്ല. വിജാദത്ത് എന്താണെന്ന് ശേഷം പറയുന്നുണ്ട്, ശേഷം പറയുക അത് വിജാദത്ത് എന്ന് പറയാം. പിന്നെ വിജാദത്ത് എന്ന് പറഞ്ഞാൽ സമകാലികരായ ഒരാളുടെ, അതാ അന്തജിത കുത്തത്തുള്ളവരിൽ കാണാം അന്തജി അൽ വിജാദത്തു അന്തജിത ബി ഖത്തി മൻ ആസറത്തുഹു ആസർത്തഹു, നീ സമകാലികനായ ഒരാളുടെ ഖത്ത് അവൻ എത്തിച്ചു, എഴുത്ത് അവലൻ, അയാളുടെ എഴുത്തുകൊണ്ട് എത്തിച്ചു ഹദീസ, കുറേ ഹദീസുകളെ. ഫയും വസിഖ്ത ബി ഖത്തിഹി, അങ്ങനെ നീ അയാളുടെ എഴുത്ത് കൊണ്ട് നിനക്ക് വസൂഖ് ഉണ്ടായാൽ അഖദ, അപ്പോൾ വസൂഖ് ഉണ്ടായപ്പോൾ അഖദ ശൗബം മിനൽ ഇത്തിസാരി, പിന്നെ എന്നിട്ട് അതിനെ എന്ത് ചെയ്തു, ഇത്തിസാലിനോട് പിന്നെ ചേർത്തിട്ട് നീ അതിനെ പിടിക്കും. ഫതഖൂലു വജത്തു ബി ഖത്തി ഫുലാനിൻ, എന്നിട്ട് വല യുഖാലു അൻ ഫുലാനിൻ വനഹ്വിഹി മിമ്മ യുഹിമു സമാ എന്ന് പറയാതെ, പിന്നെ കാരണം അങ്ങനെ പറഞ്ഞാൽ തദ്രീസാണല്ലോ. അപ്പോൾ അതില്ലാതെ വജത്തു ബി ഖത്തി ഫുലാനിൻ എന്ന് ഇത്തിസാലിനോട് ഷായിബത്തുള്ള നിലക്ക് തന്നെ നീ അതിനെ പിടിക്കും. ഇതിനാണ് ഇപ്പം എന്ത് ചെയ്യുക, വിജാദത്ത് എന്ന് പറഞ്ഞാൽ ശേഷം പറയും. അപ്പം അങ്ങനത്തെ വിജാദത്തോ ഇജാദത്തോ ഒന്നുമില്ല. അവർ ഷെയ്ഖും തമ്മിൽ ഒരുമിച്ച് കൂടിയിട്ടുമില്ല. സമകാലികനാണെങ്കിൽ തന്നെ ഒരുമിച്ച് കൂട്ടിയിട്ടില്ല. മറ്റൊന്ന് സമകാലികൾ ആയിട്ടില്ല. ഇങ്ങനെ രണ്ട് നിലയ്ക്കും എന്ത് ചെയ്യുക, പരസ്പരം കണ്ടുമുട്ടൽ ഇല്ലാതിരിക്കുക. അപ്പോൾ ആ ഇല്ലാതിരിക്കൽ കൊണ്ട് എന്ത് ചെയ്യും, ഈ
പിന്നെ സനദ് സാഖിത്തായ കാര്യം അപ്പോൾ വാദിഹാവും. വമിൻ സമ്മ ഇക്കാരണം കൊണ്ടാണ് ഉഹ്തീജ ആവശ്യമാക്കപ്പെട്ടു ഈ ഹദീസിന്റെ പന്നിൽ ഇല താരീഖിലേക്ക് ആവശ്യമാക്കപ്പെട്ടു. കാരണം എന്തിനു വേണ്ടി? തളമുനിഹി ഈ താരീഖ് ഉൾപ്പെടുത്തിയതിനു വേണ്ടി തഹരീര മവാലീദി റുവാത്തി റാവികളുടെ പിന്നെ ജനനവും വഫയാത്തിഹിം അവരുടെ മരണ ഡേറ്റും സമയവും, ജനിച്ച സമയവും മരിച്ച സമയവും ഒക്കെ സ്ഥിരീകരിക്കുന്നതിനെ എന്ത് ചെയ്യുന്നുണ്ട്? താരീഖ് ഉൾപ്പെടുത്തിയതിനു വേണ്ടി. അപ്പം താരീഖിലേക്ക് ആവശ്യമാക്കപ്പെട്ടു. അതുപോലെ ഔഖാത്തി തലബിഹിം അവർ ഇൽമ് തേടി ഇറങ്ങിയ സമയം, വർത്തിഹാലിഹിം അവർ ഇൽമിന് വേണ്ടി യാത്ര ചെയ്ത സമയങ്ങൾ, ഇതെല്ലാം എന്താണ്? അതിനെ സ്ഥിരീകരിക്കുന്നതിനെ ഈ താരീഖ് ഉൾപ്പെടുത്തുന്നുണ്ട്. നിലയിൽ വഖദിത്തമഹ അഖ്വാമുൻ കുറേ ആളുകൾ വഷളായിട്ടുണ്ട്. എങ്ങനത്തെ ആളുകൾ? ഇദ്ദാഉ അവർ വാദിച്ചു, റിവായത്തിനെ വായിച്ചു, അൻ ശുയൂഖിൻ ധാരാളം ശൈഖന്മാരെ തൊട്ട് റിവായത്തിനെ വാദിച്ചു. എങ്ങനത്തെ ശൈഖന്മാർ? ലഹറ ബി താരീഖ് കൊണ്ട് വ്യക്തമായി കെദിബു ദഅ്വാഹും അവരുടെ ആ വാദം എന്താണ്? കളവാണ് എന്ന് ആ ശൈഖന്മാരെ തൊട്ട് റിവായത്ത് ചെയ്ത റിവായത്തുകളൊക്കെ കളവാണ് എന്ന് താരീഖ് കൊണ്ട് വ്യക്തമായി. കാരണം ഈ ശൈഖന്മാരും അവരും തമ്മിൽ ഒരു എന്തായിട്ടുണ്ടാവില്ല, കണ്ടുമുട്ടലും ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ താരീഖ് അത് കാരണം ഈ ഫന്നിൽ ആവശ്യമാക്കപ്പെട്ടു. പിന്നെ വൽ ഖിസ്മു സാനി ഇവിടെ രണ്ടാമത്തെ ഖിസ്മ് വഹുവ അൽ ഖഫിയു ഈ സുക്കൂത്ത് എന്താണ്? ഒന്ന് വാദിയാകുമെന്ന് പറഞ്ഞു. ആ വാദിയാകുന്നതിന് അറിയപ്പെടുന്ന രൂപം പറഞ്ഞു. രണ്ടാമത്തെ ഖഫിയാണ് പറഞ്ഞു. ആ ഖഫിയ് എന്താണ്? അൽ മുദല്ലസു അത് മുദല്ലസ് എന്നാണ് അതിന് പറയപ്പെടുക. ഈ ഫതഹിൽ ലാമി സുമ്മിയ ബിദാലിക ഇങ്ങനെ മുദല്ലസ് എന്നതിന് പേര് വെക്കപ്പെട്ടതിൽ കൗനി റാവി ആയതിനു വേണ്ടി ലം യുസമ്മി അയാൾ പേര് പറഞ്ഞിട്ടില്ല, മൻ ഒരു ഷെയ്ഖിന്റെ പേര്, ഹദ്ദസഹു അയാളോട് ആ ഷെയ്ഖ് ഹദീസ് പറഞ്ഞിട്ടുണ്ട്. ഹദീസ് പറഞ്ഞ ആ ഷെയ്ഖിന്റെ പേര് പറയാതെ എന്ത് ചെയ്യുക? ഹദീസ് പറയാ. എന്നിട്ട് വൗഹമ എന്നിട്ട് ഈ റാവി എന്ത് ചെയ്തു? തോന്നിപ്പിക്കുക. സമാഅഹു ഈ ഹദീസിനെ അയാൾ കേട്ടതിനെ തോന്നിപ്പിക്കുക. അരിൽ ഹദീസിനെ കേട്ടതിനെ തോന്നിപ്പിക്കുക. മിമ്മൻ ഒരാളിൽ നിന്ന് കേട്ടു. എങ്ങനത്തെ ഒരാൾ? ലം യുഹദ്ദിസുഹു ആ റാവി ആ ഷെയ്ഖ് ഇവനോട് എന്ത് ചെയ്തിട്ടില്ല? പറഞ്ഞിട്ടില്ല. ബിഹി ഹദീസ് കൊണ്ട് ഇവനോട് ഹദീസ് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഇവനോട് ഹദീസ് പറയാത്ത ആളിൽ നിന്ന് ഹദീസിനെ കേട്ടു എന്ന് തോന്നിപ്പിക്കുന്ന നിലയ്ക്ക് എന്ത് ചെയ്യുക? റാവി നേരെ ഷെയ്ഖിനെ പറയാതെ ഇവൻ കേട്ടിട്ടില്ലാത്ത ഒരു ഷെയ്ഖിനെ നിന്ന് കേട്ടു എന്ന് തോന്നിപ്പിക്കുന്ന നിലയ്ക്ക് പറയാ. ഇതിനാണ് എന്ത് ചെയ്യുക? മുദല്ലിസ് എന്ന് പറയാം. വസ്തിഖാഖുഹു ഈ മുദല്ലസ് എന്നതിനെ പിടിച്ചെടുത്തത് മിനദ് ദലസി ബി തഹരീക്ക് ഇവിടെ, അതായത് ദലസ് എന്ന ക്രിയാധാതുവിൽ നിന്നാണ് ഇതിനെ പിടിച്ചത്. ദൽസ് അല്ല ദലസ്, അതാ തഹരീക്ക് എന്ന് പറഞ്ഞത്, ഹർക്കത്തുള്ള ദലസ്. വഹുവ ഈ ദലസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇഖ്തിലാത്തുൽ ലലാമി പ്രകാശവുമായി ഇരുട്ട് കൂടിക്കലരുന്നതിനാണ് എന്ത്? ദലസ് എന്ന് പറയാം. സുമ്മിയ ബിദാലിക്ക അങ്ങനെ മുദല്ലിസിന് ഇങ്ങനെ ഈ പ്രകാശവുമായി ഇരുട്ട് കൂടിക്കലരുന്നത് കൊണ്ട് ഇവിടെ മുദല്ലിസിന് അങ്ങനെ പേര് വെക്കപ്പെട്ടത്. ഇസ്തിറാഖി ഹിമ അത് രണ്ടും എന്താണ്? ഈ നൂറും വലാമും
ആ ഇരുട്ടും പ്രകാശവും എന്തായി ഇസ്തിറാക്കായി ഫിൽ ഖഫായി. ഇവിടെ ഖഫായിൽ രണ്ടും ഇസ്തിറാക്കായതിനു വേണ്ടി. അപ്പോ രണ്ടും എന്തായി തിരിച്ചറിയാതെ ആയി. അങ്ങനെയാണ് എന്ത് ചെയ്തത്, ഇസ്തിഖാഖ് ചെയ്തത്. വയരിദുൽ മുദല്ലിസു, ഈ മുദല്ലിസ് ആയ ആള് ഹദീസ് കൊണ്ടുവരും ബിസീഖത്തിൻ, മിൻ സിയഗിൽ അദാഇ, ഹദീസിനെ പറഞ്ഞു കൊടുക്കുന്ന വാചകങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു സീഗ, ഒരു വാചകം കൊണ്ടാണ് ഈ മുദല്ലിസ് ഹദീസ് കൊണ്ടുവരിക. യഹ്തമിലു, എങ്ങനത്തെ സീഗകളാണ്? യഹ്തമിലു വുഖൂ അൽ ലിഖാ ബൈനൽ മുദല്ലിസി, മുദല്ലിസിന്റെ ഇടയിലും വമൻ അസ്നദ അൻഹു, വമൻ ഒരാളുടെ ഇടയിലും അസ്നദ അൻഹു, ആ ആളെ തൊട്ട് അവൻ സനദ് പറഞ്ഞു, അങ്ങനത്തെ ആളുടെ ഇടയിൽ. അതാ നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു, ബൈനർ റാബി വ ഷെയ്ഖിഹി എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ബൈനർ റാബി വമൻ അസ്നദ അൻഹു എന്ന്. അത് മുസന്നിഫ് ശേഷം ഇവിടെ പറയുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ, അതാണ് ഈ സ്ഥലത്താണത്. അപ്പൊ ഈ മുദല്ലിസ്, ആ മുദല്ലിസിന്റെയും അവൻ ആരെ തൊട്ടാണോ സനദ് പറയുന്ന ആ ആളുടെ ഇടയിൽ എന്താണ് ലിഖാ ഉണ്ട് എന്നതിന് ഇഹ്തിമാലുള്ളതായ സീഗ കൊണ്ടാണ് പറയുക. ഏതുപോലെ അൻ അൻ ഫുലാൻ അൻ ഷെയ്ഖിൻ, അങ്ങനെ അന്നിട്ട് പറയാം. വഖാദ, ഇപ്രകാരം തന്നെ അന്ന് എന്നതുപോലെ തന്നെ ഖാല, പറഞ്ഞു എന്ന നിലക്ക്. ഇതൊക്കെ ഇപ്പം എന്താണ്, ഷെയ്ഖ് ഇവൻ ഇസ്നാദ് ചെയ്യുന്ന ആളുടെ ഇവന്റെ ഇടയിൽ കണ്ടുമുട്ടലുണ്ട് എന്നതിനെ തോന്നിപ്പിക്കുന്ന പദങ്ങളാണ്. ഇങ്ങനെയാണ് മുദല്ലിസ് എന്ത് ചെയ്യുക, ഈ ഹദീസിനെ കൊണ്ടുവരിക. വമത്താ വഖഅ ബി സീഗത്തിൻ സരീഹത്തിൻ, ഇങ്ങനെ സരീഹായ സീഗ കൊണ്ട് എന്ത് ചെയ്തു, ഈ മുദല്ലിസ് ഇങ്ങനെ കൊണ്ടുവന്നാൽ, അങ്ങനെ സംഭവിച്ചാൽ, ഇതുപോലെ അവൻ പറയാ സമീഅതു, ഞാൻ കേട്ടു എന്നൊക്കെ പറഞ്ഞ ശരിയായ സീഗ കൊണ്ടാണ് ഈ മുദല്ലിസ് കൊണ്ടുവരുന്നതെങ്കിൽ കാന കദിബൻ, അതെന്താണ്, കളവാണ്. അപ്പോ അങ്ങനെ കളവാകുമ്പോൾ ഹുക്കുമുമാൻ സബത്ത അൻഹു തദ്ലീസു, ഇങ്ങനത്തെ തദ്ലീസ് സ്ഥിരപ്പെട്ട ഒരാളുടെ ഹുക്കുമ് ഇദാ കാന അദിലൻ, അയാൾ അദിലാണെങ്കിൽ, അല്ലാ യുഖ്ബല മിൻഹു, അയാളിൽ നിന്ന് സ്വീകരിക്കപ്പെടാതിരിക്കുക എന്നതാണ് അതിന്റെ ഹുക്കുമ്. എന്തിന്? ഇല്ലാമാ സർറഹ ഫീഹി ബി തഹദീസി, തഹദീസ് കൊണ്ട് അവൻ ശരിയാക്കിയ ഒന്നിനെ അല്ലാതെ സ്വീകരിക്കപ്പെടുകയില്ല എന്നതാണ് ഹുക്കുമ്. അപ്പക്ക് പ്രകാരം തദ്ലീസ് കൊണ്ട് എന്ത് ശരിയാക്കിയിട്ടുണ്ടെങ്കിൽ ആ ശരിയാക്കിയതിനെ സ്വീകരിക്കപ്പെടും, അല്ലാത്തതിനെ സ്വീകരിക്കപ്പെടുകയില്ല എന്നാണ് ഈ തദ്ലീസ് കൊണ്ട് സ്ഥിരപ്പെട്ട ആളുടെ ഹുക്കും. അയാൾ അതിലാണെങ്കിൽ വക്കഥ, എന്നാൽ അവിടെ അങ്ങനത്തെ ആളുടെ തീരെ സ്വീകരിക്കില്ല എന്ന് തന്നെ കീലുണ്ട്. മുദല്ലിസിൻ്റെത് തീരെ സ്വീകരിക്കില്ല. ഇനി വക്കഥ അൽ മുർസൽ ഖഫിയു, ഇത് അതൊരു വേറൊരു ഇനം പറയുക. അവിടെ നിൽക്കട്ടെ.